നമസ്കാരം. മലയാളി പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടപ്പെട്ട താരകുടുംബമാണ് മല്ലിക സുകുമാരൻ്റെത്. ഒരു കംപ്ലീറ്റ് സിനിമാ കുടുംബമാണ് മല്ലികയുടേത്. മക്കളും മരുമക്കളും എല്ലാം സിനിമയിൽ തന്നെയാണ്. തിരക്കുകൾ കാരണം മിക്കവാറും മക്കൾ രണ്ടുപേരും മല്ലികയ്ക്ക് കാണാൻ പോലും കിട്ടാറില്ല എന്ന പരിഭവമുണ്ട്. എന്നാൽ ഇന്ദ്രജിത്തും പൃഥ്വിരാജും തനിക്ക് കാണണമെന്ന് തോന്നിയാൽ അപ്പോൾ തന്നെ തന്റെ മുൻപിലേക്ക് എത്തുമെന്നാണ് മല്ലിക സുകുമാരൻ പറഞ്ഞിട്ടുള്ളത്. മലയാളികളുടെ പ്രിയപ്പെട്ട നടനായിരുന്നു സുകുമാരൻ. ഇദ്ദേഹത്തിന്റെ മരണവാർത്ത സിനിമാ പ്രേമികളെ ഒരുപാട് വേദനിപ്പിക്കുകയും ചെയ്തു. അതിനുള്ള ശേഷമുള്ള മല്ലികയുടെ ജീവിതവും രണ്ടു മക്കളുടെ വളർച്ചയും എല്ലാ മലയാളി പ്രേക്ഷകർക്കും മുന്നിലായിരുന്നു. അച്ഛന്റെ ഓർമ്മകളും ജീവിതവും ആയിരുന്നു പൃഥ്വിരാജിനും ഇന്ദ്രജിത്തിനും ഉണ്ടായിരുന്ന ആദ്യത്തെ മുതൽക്കൂട്ട്. ജീവിച്ചിരുന്ന കാലത്ത് സമ്പാദിച്ചുണ്ടാക്കിയതെല്ലാം ഒരു ചില്ലിക്കാശ് പോലും വെറുതെ കളഞ്ഞിരുന്നില്ല സുകുമാരൻ. മല്ലികയുമൊത്തുള്ള ജീവിതം ആരംഭിച്ച കാലം മുതൽക്ക് വീടുകളും സ്വത്തുവകകളും നിരവധി വാങ്ങിയിട്ടിരുന്നു. അക്കൂട്ടത്തിൽ ചെന്നൈയിലെ വീടും തിരുവനന്തപുരത്തെ വീടും മാത്രമായിരുന്നില്ല, ഊട്ടിയിലെ ഫ്ളാറ്റും മൂന്നാറിലെ തോട്ടവും വീടുമെല്ലാം ഉണ്ടായിരുന്നു. മല്ലികയുടെ ജീവിതത്തിലെ ഏറ്റവും വേദന നിറഞ്ഞ ഓർമ്മകൾ ഉറങ്ങുന്ന വീടായി പിന്നീട് അത് മാറുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ ആ വീട് എന്നേക്കുമായി താൻ വിറ്റൊഴിഞ്ഞെന്ന വാർത്തയാണ് മല്ലിക പങ്കുവച്ചിരിക്കുന്നത്. മൂന്നാറിലെ ആ വീട്ടിൽ അവധിക്കാലം ചിലവഴിക്കാൻ പോയപ്പോഴാണ് സുകുമാരന് സുഖമില്ലാത്താകുന്നതും അതിവേഗം കൊച്ചിയിലെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതും. പിന്നാലെ നടന്റെ മരണവും സംഭവിച്ചിരുന്നു. എല്ലാ യാത്രകളിലും മക്കൾ രണ്ടുപേരെയും അദ്ദേഹം ഒപ്പം കൂട്ടിയിരുന്നു. മൂന്നാർ കാന്തല്ലൂരിലെ ആ വീട്ടിലേക്ക് അവസാന യാത്രയിലും അതിനു മാറ്റമൊന്നും സംഭവിച്ചില്ല. രണ്ടു മക്കൾക്കും നല്ല വിദ്യാഭ്യാസം നൽകണമെന്നത് വലിയ നിർബന്ധമായിരുന്നു സുകുമാരന്. മാത്രമല്ല അദ്ദേഹത്തിന് വലിയ ആഗ്രഹങ്ങളിൽ ഒന്നായിരുന്നു അത്. അതിനാലാണ് അന്ന് ഇന്ദ്രജിത്തിന് മൂന്നാറിന് അഡ്മിഷൻ ശരിയാക്കിയ ശേഷം മൂന്നാറിലെ കാന്തല്ലൂരിലുള്ള വീട്ടിലേക്ക് കുറച്ചു ദിവസത്തേക്ക് വെക്കേഷനു വേണ്ടി അവർ പോയത്. അവിടെ വെച്ചാണ് സുകുമാരൻ ഒരു ദിവസം രാവിലെ പുറം വേദന വരുന്നത്. ആദ്യം വേദന മാറാനായി മരുന്ന് പുരട്ടി നൽകിയെങ്കിലും വേദന മാറിയില്ല. തുടർന്ന് കൊച്ചിയിലേക്ക് കൊണ്ടുപോയി. ആദ്യം കൊച്ചിയിലെ പത്മജയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അവിടുന്ന് ECGയിൽ കുഴപ്പമുണ്ടെന്ന് തോന്നിയതിനെ തുടർന്നാണ് ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത്. അവിടെ വെച്ചാണ് അറ്റാക്ക് ആയിരുന്നെന്ന് അറിയുന്നത്. 3 ദിവസത്തോളം ICUവിലായിരുന്നു. തുടർന്ന് ഒരു ദിവസം രാവിലെ അദ്ദേഹം വിട പറയുകയായിരുന്നു. അതുകൊണ്ട് തന്നെ സുകുമാരനൊപ്പം അവസാന നാളുകൾ ചിലവഴിച്ച മൂന്നാറിലെ വീട് മല്ലികയ്ക്ക് സമ്മാനിച്ചത് വേദനകൾ നിറഞ്ഞ ഓർമ്മകൾ മാത്രമായിരുന്നു. സുകുമാരന്റെ മരണശേഷം മൂന്നാറിലെ വീട്ടിലേക്ക് പോകാനോ അവിടെ നിൽക്കാനും മനസ്സും ശരീരവും അനുവദിക്കാത്ത അവസ്ഥയും നോക്കാൻ ആളുകൾ ഇല്ലാതെയാവുന്ന അവസ്ഥയുമായി. അതുകൊണ്ടാണ് ഏതാനും മാസങ്ങൾക്ക് മുൻപ് മല്ലിക മൂന്നാറിലെ വീട് വിൽക്കാൻ തീരുമാനിക്കുന്നതും വിൽക്കുന്നതും. തന്റെ 2 മക്കളിൽ ഒരാൾ അമ്മയെ പോലെയും മറ്റേ വ്യക്തി അച്ഛനെ പോലെയുമാണെന്നും മല്ലിക സുകുമാരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മക്കളും മരുമക്കളും എല്ലാം സിനിമയിൽ തന്നെയാണ്. തിരക്കുകൾ കാരണം മിക്കവാറും മക്കൾ രണ്ടുപേരെയും മല്ലികയ്ക്ക് കാണാൻ പോലും കിട്ടാറില്ല എന്ന പരിഭവമുണ്ട്. എങ്കിലും പൃഥ്വിരാജിനും ഇന്ദ്രജിത്തിനും അമ്മയോട് വളരെ സ്നേഹമാണുള്ളത്. നേരത്തെ പിഷാരടി ഷോയിൽ പങ്കെടുക്കാൻ എത്തിയപ്പോൾ താരത്തിന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു: രാജു ഗൗരവത്തിലിരുന്നു, ചിരിച്ചതേയില്ല, മൂളിക്കേട്ടു എന്നൊക്കെയുള്ള പരാതികൾ പതിവാണ്. പൃഥ്വിക്കും സുഖുവേട്ടനും അഭിനയിക്കാൻ അറിയില്ല. ഞാനും ഇന്ദ്രനും ഒരുപോലെയാണ്. ഞങ്ങൾ കൂടുതൽ സംസാരിക്കുകയും കൂടുതൽ വിശേഷങ്ങൾ പറയുകയും ചെയ്യുന്ന ആളുകളാണ്. വീടിന്റെ ഉള്ളിൽ വലിയ തമാശക്കാരാണ് രണ്ടുപേരും എന്നതാണ് മറ്റൊരു സത്യം. വീടിന്റെ ഉള്ളിൽ സിൽക്ക് സ്മിതയുടെ ഡാൻസ് വരെ കളിക്കും. അത്രയും ക്ലോസ് ആണ് വീട്ടുകാരുടെ മുൻപിലെന്നും മല്ലിക സുകുമാരൻ പറയുന്നു. മറക്കാൻ കഴിയാത്ത തങ്ങളുടെ കല്യാണത്തെക്കുറിച്ച് മല്ലിക തുറന്നു പറഞ്ഞു. ആരെയും കൂസാത്ത ഒരു സമ്പ്രദായങ്ങൾക്കും കെട്ടുപാടുകൾക്കും അടക്കി നിർത്താൻ കഴിയാതിരുന്ന ചിന്താഗതിയായിരുന്നു സുകുമാരന്റേത്. വിവാഹവും അങ്ങനെ തന്നെയായിരുന്നു. ഇൻഡസ്ട്രിയിൽ അന്ന് തിളങ്ങി നിൽക്കുന്ന നടിയുടെയും നടന്റെയും വിവാഹം ആരും അറിയാതെ നടന്ന ഒരു ചെറിയ ചടങ്ങായിരുന്നു. വിവാഹത്തിന് എനിക്ക് അധികം ആരെയും അറിയിക്കാനായില്ല. 2 ചേട്ടന്മാരെയും തിരുവനന്തപുരത്തുള്ള വല്യച്ഛനെയും മാത്രമേ വിളിക്കാനുള്ളൂ എന്ന് സുകുമാരൻ പറഞ്ഞു. എനിക്കും അത്രയ്ക്ക് ആരെയും ക്ഷണിക്കാനില്ല എന്ന് മല്ലികയുടെ അച്ഛനും പറഞ്ഞു. എന്നാൽ ലളിതമായ ചടങ്ങ് അങ്ങ് നടത്താമെന്ന് തീരുമാനമായി. കല്യാണത്തിനായി സുകുമാരൻ രാവിലെ മദ്രാസിൽ നിന്ന് തിരുവനന്തപുരത്തെത്തി. വഴുതയ്ക്കാടുള്ള സുകുമാരന്റെ വീട്ടിൽ വെച്ച് രാവിലെ 7:40-നും 8:10-നും ഉള്ള ശുഭമുഹൂർത്തത്തിലാണ് വിവാഹം നടക്കുന്നതെന്നും താരം പറഞ്ഞിരുന്നു.